ഫാത്തിമ, ആ പൗഡറിന്റെ ഡപ്പി എവിടെ? എന്നോടല്ലേ ചോദിച്ചത് ആ പൗഡറിന്റെ ഡപ്പി എവിടെയെന്ന്? അതിവിടെ തന്നെ ഉണ്ട്. ഈ ആ പുതിയ അത്തറും കുപ്പി ഇങ്ങെടുത്തേ. ഈ ആ അത്തറ് നമ്മളെ കുപ്പായത്തമ്മിലൊക്കെ ഒന്ന് പോരട്ടെ. പുറം നാട്ടിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി മണിയറയിൽ എത്രയേരാ ഒറ്റയ്ക്ക് ഇരിക്കുക. നാട്ടിലുള്ള ബലാലുകൾക്ക് വയറ് നിറച്ച് കോഴി ബിരിയാണി കൊടുത്താൽ മാത്രം പോരാ, നമ്മൾ ഓരോ കൂടെ ഇരുന്ന് സൊറ പറയുകയും വേണം. ഓൾ എന്താ വിചാരിക്കുക? എന്താ എൻ്റെ മുഖത്തൊരു തെളിച്ചില്ലാത്തത്? നല്ലൊരു രസമായിട്ട് മോറ് കറുപ്പിക്കല്ലേ ഫാത്തിമ. അത് പിന്നെ ഈ പൊരയിലൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കണമെന്ന് ഞമ്മക്ക് എല്ലാവർക്കും ഇല്ലേ ആശ? നമ്മള് എത്ര കെട്ടിയാലും ഈ ആണ് നമ്മൾ ആദ്യത്തെ വീടര്. ഈ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞമ്മക്കാരും. അനക്കിവിടെ എന്താണൊരു കുറവ്? അരിയില്ലേ, തേങ്ങയില്ലേ, പയ്യന്റെ നെയ്യില്ലേ? തോന്നുമ്പോ ബിരിയാണിയോ നെയ്ച്ചോറോ എന്താ വേണ്ടിയെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ടാക്കി കഴിക്കാനാ. ഒരുക്കം കഴിഞ്ഞില്ലേ ഫാത്തിമാട് നമ്മൾ ഇപ്പൊ ചോദിച്ചേ ഉള്ളു, മൈമുനാനെ കണ്ടില്ലല്ല എന്ന്. കാണാൻ ഉറക്കം വരൂല. മൈമുന, നമ്മൾ എത്ര കെട്ടിയാലും നിങ്ങൾ രണ്ടാളും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞമ്മക്കാരും. പടച്ചോന്റെ കൃപ. മക്കാറാക്കണ്ട. പടച്ചോന് നിരക്കാത്തൊന്നും ഓലറക്കൽ മൊയ്തൂട്ടിയായി ചെയ്തിട്ടില്ല, നീ ചെയ്യയില്ല. ഒരാണിന് 4 പേരെ കെട്ടാന്ന് നമ്മളെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 4ാമത്തേത് ഉടനെ ഉണ്ടാവോ? അന്ന് അറേബ്യയിലെ ബദർ യുദ്ധത്തില് കുറെ ആണുങ്ങൾ മയ്യത്തായി. അവരുടെ ബീവിമാർ അനാഥരാവരുത്, ചീത്ത ബൈക്ക് പോവരുത്. അതുകൊണ്ടാ ഒരാൾക്ക് 4 പേരെ കെട്ടാന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്റെ ആദ്യത്തെ കെട്ടിയും കലന്തനാജി യുദ്ധത്തിൽ മയ്യത്തായി പോയി എന്ന് വിചാരിച്ചോ? നീ ഓന്റെ കൂടെ പൊറുക്കാൻ നീ വിചാരിക്കണ്ട. നല്ല ദിവസമായിട്ട് എന്റെ മോന്തമ്മൽ നമ്മൾ കൈവെക്കണില്ല. പുറം നാട്ടിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി മണിയറയിൽ ഒറ്റയ്ക്കിരിക്കുക. ഇക്കാനെ കാത്തിരുന്ന് മടുത്ത. എന്ത് ചെയ്യാനാ പൊന്നെ? നാട്ടുകാരൊക്കെ ഒന്ന് പോയി കിട്ടണ്ടേ? അവന് ഈ വല്ലതും കഴിച്ച എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണമെന്ന് പണിക്കാരിച്ചയോട് പറഞ്ഞിരുന്നു. ഈ പൊര നിറച്ച് പണിക്കാരിച്ചളാ. അതാണ് നമുക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല. ഒരാഴ്ച മുമ്പ് പുത്തനങ്ങാടിയിൽ വെച്ച് നമ്മളെ മുമ്പിൽ വന്ന് ഉദിച്ചെന്നില്ല, ഇപ്പൊ ഇതാ നമ്മളെ മണിയറയിൽ വന്ന് ഉദിച്ചിക്കണ്. അമിന, എന്താണൊന്നും മുണ്ടാത്ത? നാണാണ് അന്റെ ബെക്കോ നാണൊക്കെ മൊയ്തൂട്ടിക്ക് ഇന്ന് മാറ്റുന്നുണ്ട്. നേര് പറയട്ടെ മുത്തേ, അന്നെ പോലത്തെ ഒരു പൂവൻ ഭയത്തിന് ഞമ്മക്ക് വീടരായി കിട്ടുമെന്ന് ഒട്ടും വിചാരിച്ചല്ല. അന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞമ്മക്കൊരു സിനിമാ പാട്ട് ഓർമ്മ വരികയാണ്. രമസാനിലെ ചന്ദ്രികയോ അറബി പെങ്കൊടി അയകിൻ പൂമ്പൊടി ആരിജ് ആരിജ് ആരിജ്. അമിന, അന്നെ ഞമ്മക്ക് തന്നത് പടച്ചോനാണ്. അല്ലെങ്കിൽ എൻ്റെ ബാപ്പയും നമ്മളെ ബാപ്പയും കൂട്ടുകച്ചവടം ചെയ്യോ? നമ്മളെ ബാപ്പാക്ക് എൻ്റെ ബാപ്പ കൊടുക്കാനുള്ള കായ് വാങ്ങാൻ നമ്മൾ എൻ്റെ പുരയിൽ വരുമോ? ഞമ്മക്ക് കായ് വേണ്ട, അന്നെ മതിയെന്ന് നമ്മൾ പറയോ? അമിന, ഇങ്ങോട്ട് അടുത്ത് വാ. അന്റെ കുലുങ്ങിയുള്ള നടത്തം നമ്മൾ ഒന്ന് കാണട്ടെ. വാ, ഇക്കാന്റെ അടുത്തേക്ക് വാ. വെക്കം മാറിയിട്ടില്ല എന്നാ നമ്മൾ അങ്ങോട്ട് വരാം. ബോധം കിട്ടി വീട് ഈ പോയി കാലൂരോട് പറഞ്ഞിട്ടേ ആ ഉണ്ണി പൈസ കൂട്ടുകൂടാൻ പറഞ്ഞു. ഈ കാണാൻ അയക്കണേ ഹോംവർക്ക്